മിഥുൻ ആദ്യഘട്ടം മുതൽ അമ്മ വിദേശത്ത് പോയ ഘട്ടം മുതൽ മിഥുനെ നോക്കിയിരുന്നത് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന അച്ചമ്മയാണ്. അപ്പോൾ അച്ചമ്മ കഴിഞ്ഞ 3 ദിവസമായി പറയുന്നതാണ്, ഇത്രയും സമ്മാനങ്ങൾ വാങ്ങിക്കൂട്ടി, ഇത്രയും ആഗ്രഹങ്ങൾ പറഞ്ഞ നീ പോകാൻ വേണ്ടിയാണോ, ഇങ്ങനെ പോകാൻ വേണ്ടിയാണോ ആഗ്രഹങ്ങൾ പറഞ്ഞതെന്ന് ചോദിച്ചുകൊണ്ടാണ് വലിയ വലിയ നഷ്ടബോധത്തിൻ്റെ ആ വേദനയിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോഴൊക്കെ അമ്മ പറഞ്ഞൊരു കാര്യം, എനിക്ക് മോനെ കാണണം, എനിക്ക് എൻ്റെ മോനെ കാണണമെന്നാണ്. ഒരു പക്ഷേ ഇന്ന് ഏറ്റവും ഒടുവിൽ ആ മകനെ ചിലപ്പോൾ ഇന്ന് ഏറ്റവും ഒടുവിൽ കാണാനുള്ള ഇന്നായിരിക്കും അമ്മ ഏറ്റവും ഒടുവിൽ കാണുന്നത്. ഇന്ന് ആകെ തളർന്ന് ഇരിക്കുകയാണ് അമ്മ. ആ സ്ഥലത്തുനിന്ന് നമ്മൾ എന്നിവിടെ എത്തിയോ ആ ഘട്ടം മുതൽ ആ സ്ഥലത്തിരുന്ന് അമ്മ ഇങ്ങനെ ആ മകന് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ പറയുകയാണ്, മകൻ പങ്കുവെച്ച കാര്യങ്ങൾ പറയുകയാണ്, മകനെ ഓർത്ത് വിലപിക്കുകയാണ്. എന്തായാലും അത് കണ്ടു നിൽക്കുക പ്രയാസമാണ്. എന്തായാലും ഇന്ന് ഏറ്റവും ഒടുവിലായി മിഥുൻ വീട്ടിലേക്ക് എത്തുമ്പോൾ ആ കാഴ്ച വളരെ വൈകാരികമാകും. ഇവർക്കെല്ലാവർക്കും ഈ പറയുന്നത് പോലെ സ്കൂളിൽ പോയ ഘട്ടം മാത്രം സ്കൂളിൽ നിന്ന് പോകുമ്പോൾ ഞാൻ മടങ്ങി വരാമെന്ന് പറഞ്ഞ് മിഥുനെയാണ് ഓർമ്മ. ഈ നാട്ടുകാർക്കാകട്ടെ അവർക്ക് ഓരോരുത്തർക്കും ഓരോ ഓർമ്മയാണ്, ഓരോ സ്ഥലങ്ങളും മിഥുൻ്റെ ഓർമ്മകൾ തങ്ങി നിൽപ്പുണ്ട്. ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ മിഥുൻ ഈ വീടും പരിസരവുമായി ബന്ധപ്പെട്ട പലരെയുമാണ് വിളിച്ചുകൊണ്ട് പോകുന്നത്. എന്തായാലും ഇവിടെ മിഥുൻ്റെ മൃതശരീരം ഉച്ചയോടുകൂടിയാകും എത്തുക. ഉച്ചയോടുകൂടി തന്നെ അമ്മ സുജയും എത്തും. അമ്മയ്ക്കായുള്ള കാത്തിരിപ്പായിരുന്നു ഇത്രയും ദിവസം. വീട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, എല്ലാവരുടെയും മുഖത്ത് ദുഃഖം തളം കെട്ടി നിൽക്കുകയാണ്. ഒന്നും തന്നെ നമുക്ക് പറയാനാകുന്നില്ല. അത് കാണുമ്പോൾ ബുദ്ധിമുട്ടാണ് എന്ന് അറിയാം. എങ്കിൽ കൂടി ചോദിക്കുകയാണ്, അവിടെ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും പ്രതികരിക്കാൻ തയ്യാറുണ്ടോ രാഹുൽ? ഇന്നലെ മാത്രമാണ് അവർ പ്രതികരിച്ചത്, അമ്മ വരുന്ന കാര്യവുമായി ബന്ധപ്പെട്ടതിനപ്പുറത്തേക്ക് അവർ എന്ത് പ്രതികരിക്കാനാണ് എന്നുള്ളൊരു പ്രശ്നവുമുണ്ട്. കാരണം ഇന്നലെ നമ്മോട് സംസാരിച്ചപ്പോൾ പല രീതിയിലാണ് ആളുകൾ പ്രതികരിച്ചത്. അതായത് ഒന്ന് വാചാലരാകുന്നവരുണ്ട്, വാക്ക് മുറിഞ്ഞു പോകുന്നവരുണ്ട്, അവർക്ക് പ്രതികരിക്കാൻ പോലും ശക്തിയില്ലാതെ നിൽക്കുന്നവരുണ്ട്. എന്തായാലും ഇന്ന് ഒടുവിലത്തെ ആ കാഴ്ചയാണ് എന്ന തിരിച്ചറിവിൽ വല്ലാതെ മാനസികമായി വല്ലാത്ത വിഷമം അനുഭവിക്കുന്നവരുണ്ട്. അപ്പോൾ ഇവിടെ ആകെയുള്ളത് അടുത്ത ബന്ധുക്കളാണ്. അച്ഛനുണ്ട്, അച്ഛൻ വീട്ടിലുണ്ട്, അച്ഛൻ്റെ സഹോദരങ്ങളുണ്ട്, ഒപ്പം ഈ അമ്മയുമുണ്ട്. അപ്പോൾ അവരിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായും ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം ഇന്നലെ മുതൽ ഈ കാര്യങ്ങൾ ഈ അമ്മയുമായി ബന്ധപ്പെട്ട് അമ്മ എപ്പോൾ എത്തുമെന്നുള്ള കാര്യമൊക്കെ ചെയ്ത് അവർ എനിക്ക് തോന്നുന്നു ഇന്നലെ ഉറങ്ങിയിട്ട് കൂടിയില്ല പലരും മനുഷ്യരും. കാരണം ഈ ദിവസത്തേക്ക് അവർ വല്ലാതെ മനോവിഷമം അനുഭവിക്കുകയാണ്. എന്തായാലും ആളുകൾ എത്തി തുടങ്ങുന്നേ ഉള്ളൂ. ഇപ്പോൾ ഈ വീട്ടിൽ മാത്രമാണ് ആളുള്ളത്. കാരണം ഈ ഒരു വണ്ടി എയർപോർട്ടിലേക്ക് പോയിരിക്കുകയാണ്, ഒരു വാഹനം എയർപോർട്ടിലേക്ക് പോയിരിക്കുകയാണ് അമ്മയെ വിളിക്കാനായി. അമ്മയെ കൂട്ടിക്കൊണ്ട് ഉച്ചയോടുകൂടി ആ വാഹനം ഇവിടെ എത്തും. ഒപ്പം ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായി കുറച്ചധികം കുടുംബാംഗങ്ങൾ ആശുപത്രിയിലേക്കുണ്ട്. ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ പോയിരിക്കുകയാണ്. എന്തായാലും അത്യന്തം ദുഃഖകരമായ കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. തൊട്ടുമുകളിൽ ആ കാണുന്ന അമ്മയുടെ തൊട്ടുമുകളിൽ അവൻ വാങ്ങിയ മെഡലുകൾ കാണാം. ആ മെഡലുകൾ വാങ്ങി വന്ന മിഥുനാണ് ഇനി അത്തരത്തിൽ ആഘോഷങ്ങളില്ലാതെ വിജയഭേരികളില്ലാതെ സ്കൂളിലെ കഥകൾ പങ്കുവയ്ക്കാൻ കഴിയാത്ത രീതിയിൽ ഏറ്റവും ഒടുവിൽ നിശ്ചലമായ മൃതശരീരമായി തീർച്ചയായും രാഹുൽ, പറയാൻ വാക്കുകളില്ല. ആ വീട്ടിൽ മുത്തശ്ശി ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ തീർത്തും അവശയാണ്. അവർ ഒന്ന് സംസാരിക്കാൻ പോലും ആകാതെ എത്രമാത്രം അവർ കരഞ്ഞു കഴിഞ്ഞു. ഇനി കണ്ണീരില്ല കരയാൻ. ആ മകനെ ഓർത്ത് വിതുമ്പുകയാണ് ആ കുടുംബം. ആ വീട് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്, പലതും കോറിയിട്ടിട്ടുണ്ട്. അതൊക്കെ മിഥുന്റെ സ്വപ്നങ്ങളായിരുന്നു. ആ കുഞ്ഞു ലോകം അവൻ വാർത്തെടുത്തതായിരുന്നു.